നമസ്കാരം. മഴത്തോരു മുംബൈ സീരിയലിലെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അലീനയെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുകയാണല്ലോ സ്റ്റാൻലി. ഇത് കാണുമ്പോൾ ആൻ്റപ്പനും പൗലോസിനും ബൈജുവിനും ഒക്കെ എന്തോ ഒരു പന്തികേട്ട് തോന്നുകയാണ്. അവരിത് ചോദ്യം ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുമ്പോൾ ഔതക്കുട്ടിച്ചായനും കൈയൊഴിഞ്ഞ മട്ടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസിന്റെ ചില കാര്യങ്ങളൊക്കെ അലീന കണ്ടെത്തുന്നത്. പച്ചക്കറികളെല്ലാം വേസ്റ്റ് ആക്കുകയും പലവ്യഞ്ജനങ്ങളും എല്ലാം വേസ്റ്റ് ആക്കുകയും ഒക്കെ ചെയ്യാണ്. അത് കാണുമ്പം അലീനയ്ക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അങ്ങനെ അലീന അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അലീനയെ ഇക്കാര്യത്തിന് സ്റ്റാൻലി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സ്റ്റാൻലിയോട് ഒരൊറ്റ ചോദ്യം അലീന ചോദിക്കുമ്പോൾ തന്നെ സ്റ്റാൻലി പകച്ചു പോവാണ്. തലയ്ക്കടി കിട്ടിയ പോലെ തന്നെ സ്റ്റാൻലി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരം വെളുത്തപ്പോൾ പൗലോസ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ അലീനയുടെ സാന്നിധ്യം അടുക്കളയിലുണ്ടായിരുന്നു. അടുക്കളയിൽ പലവ്യഞ്ജനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് അമർഷം തോന്നി. പച്ചക്കറികളും പഴങ്ങളും മാംസവും മത്സ്യവും എല്ലാം ആവശ്യത്തിലധികമാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. മിച്ചം വരുന്ന പച്ചക്കറി സാധനങ്ങൾ വാടി കേടുവന്ന് പോകുന്നുണ്ട്. തക്കാളിയിലോ വഴുതനയിലോ ബീൻസിലോ അച്ചിങ്ങയിലോ ഒരു ചെറിയ കേട് കണ്ടാൽ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തള്ളുകയാണ്. ഒരു പുഴുക്കുത്തോ നിറവ്യത്യാസമോ മാത്രമേ ഉണ്ടാവൂ. ആ ഭാഗം തുരന്ന് അല്പം കളഞ്ഞാൽ ബാക്കിയുള്ളത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആപ്പിൾ, ഓറഞ്ച്, ഏത്തപ്പഴം എന്നിവ പോലുള്ള വില പിടിച്ച പഴങ്ങൾ പോലും ചെറിയ കേടുകളോടെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുകയാണ്. പിടിപ്പുകേടിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ദൂർത്തിൻ്റെയും ഒരു ഈജിയൻ തൊഴുത്താണ് ഈ വലിയ അടുക്കള എന്ന് അലീനയ്ക്ക് തോന്നി. 3-4 ദിവസമായി അലീന ഇങ്ങനെ പലതും കാണുന്നുണ്ട്. 400-500 രൂപ കൊടുത്ത് വാങ്ങുന്ന മീനുകളെ പൗലോസ് കൈകാര്യം ചെയ്യുന്ന രീതി അലീനയെ രോഷം കൊള്ളിച്ചു. ഒരു മരത്തടിയിലേക്ക് വലിയ മീൻ എടുത്തു വച്ച് വലിയ വെട്ട് കത്തിക്കൊണ്ട് പൗലോസിന്റെ മനോധർമ്മം അനുസരിച്ച് ഓരോ വെട്ടും. വാലിൻ്റെയും ചിറകിൻ്റെയും തലയുടെയും കൂടെ മാംസളമായ കുറേ ഭാഗങ്ങൾ വെട്ടി നീക്കപ്പെടും. പൗലോസ് ചിക്കൻ കഷ്ണമാക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പാകം ചെയ്തിട്ടും മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ നേരെ കമ്പോസ്റ്റ് കുഴിയിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അലീന ചോദിക്കുകയാണ്, ഇതെന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൂടെ? അത് ശരി, എന്നിട്ട് ആര് കഴിക്കാനാ കൊച്ചേ? മുതലാളിക്ക് ഫ്രിഡ്ജിൽ വെച്ചതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നായ്ക്കൾക്ക് കൊടുത്തൂടെ? അവറ്റകൾക്കുള്ള ഐറ്റമൊക്കെ വേറെയാണ്. ആ, ഇവിടെയുള്ള ജോലിക്കാർക്ക് കഴിക്കാമല്ലോ. അതൊക്കെ പിന്നെ ചൂടാക്കി എടുക്കണം. മിനക്കേടാ കൊച്ചേ. അതല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് പണിയുണ്ട്. അത് ശരി, മുതലാളിക്കും 3-4 ജോലിക്കാർക്കും വെച്ചു വിളമ്പുന്നതാണോ വലിയ ജോലി? തൂക്കാനും തുടയ്ക്കാനും പട്ടികളെ നോക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ. അത് കേട്ടുകൊണ്ട് അലീനയെ ഒന്ന് തല തിരിച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ കൊച്ചെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത്? ഇവിടെ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിക്ക് പരാതി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ഞാൻ ആ പറഞ്ഞ രീതി അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അലീന അപ്പോൾ മറുപടി പറയുകയാണ്, അത് പോരല്ലോ പൗലോസ് ചേട്ടാ. ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങളും വിശന്നു മരിക്കുന്നു. എത്രയോ അനാഥാലയങ്ങളിൽ വൃദ്ധരും കുഞ്ഞുങ്ങളും ആഹാരം വേണ്ടത്ര കിട്ടാനില്ലാതെ വിഷമിക്കുന്നു. പൗലോസ് ചേട്ടൻ ഇവിടെ മീനിൻ്റെയും കോഴിയുടെയും തലയും പാലും ചെറുകും ഒക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയും കമ്പോസ്റ്റ് കുഴിയില്ല. ദാ ഈ കിടക്കുന്ന വാടി ഉരുളക്കിഴങ്ങും ഉള്ളിയും സവോളയും വെണ്ടയ്ക്കായും പാവയ്ക്കായും ഒക്കെ ഇനി പൗലോസ് ചേട്ടൻ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഇത് ഉപയോഗിക്കാനായിരുന്നെങ്കിൽ വേറെ വാങ്ങിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെ കിലോ കണക്കിന് കളയാൻ എങ്ങനെ തോന്നുന്നു? പൗലോസന്റെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ എന്നല്ലേ പൗലോസേട്ടൻ പറയുന്നത്? എന്നിട്ട് ഇതുവരെ ഈ വീട്ടിൽ എത്രമാത്രം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പോലും പൗലോസേട്ടൻ അറിയില്ലേ? എന്തിനാ ഇങ്ങനെ കുറെ വേവിച്ച് കൊണ്ടുപോയി കളയുന്നത്? കുഞ്ഞെ, എന്നെ പഠിപ്പിക്കാൻ വരല്ലേ. ഞാൻ ഈ പണി പഠിച്ചിട്ട് കുറേ കാലമായതാ. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ ചില കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. ഇങ്ങനെ ദൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തു തന്നെ വന്നാലും സമ്മതിക്കില്ല. ഈ സംഭാഷണം കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ എത്തിയിട്ട് രണ്ടുപേരുടെയും മുഖഭാവം കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കാണ്, എന്താ എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ ഇവിടെ ഒരു വാക്ക് തർക്കം നടക്കുന്നത്? ഒന്നുമില്ല വല്യപ്പച്ച, ആഹാര സാധനങ്ങൾ പാഴാക്കി കളയരുതെന്ന് ഞാൻ പൗലോസ് എന്നോട് പറയുകയായിരുന്നു. മോൾ ഇതിലൊന്നും ഇടപെടേണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ മോളെ. അലീന ഔതിക്കുട്ടിച്ചായന്റെ നേർക്കൊന്ന് തിരിഞ്ഞു എന്നിട്ട് പറയുക, വല്യപ്പച്ച, ഭക്ഷണം വെറുതെ കളയുന്നത് എവിടെ കണ്ടാലും ഞാൻ ഇടപെടും. അതിപ്പോൾ പൗലോസിന്റെ മുതലാളി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എതിർക്കും. കാരണം എനിക്ക് ഭക്ഷണത്തിന്റെ വില അറിയാം. ആരെങ്കിലും ഭക്ഷണം ദാനം തരുന്നതും കാത്ത അനാഥാലയത്തിന്റെ വരാന്തയിൽ എത്രയോ വർഷം വിശന്നിരുന്നിട്ടുള്ളവളാണ് ഞാൻ. അന്നൻ ദൈവമാണെന്നാ ബ്രിജിത്ത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്.
ശാന്തവും ദിവ്യവുമാണ് അലീനയുടെ വാക്കുകൾ. അത് കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ വല്ലാതെയായി. അനാഥാലയത്തെക്കുറിച്ചുള്ള പരാമർശം അയാളുടെ നെഞ്ചിൽ ഒരു മുൾക്കുത്തു പോലെ വീണു. പൗലോസേ, നീ ഇനി മുതൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കുറച്ചൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം. പൗലോസ് കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണ്. ഉടനെ ഔതക്കുട്ടിച്ചായൻ വീണ്ടും മോളിഞ്ഞു വന്നേ, ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ തോളത്ത് പിടിച്ച് അടുക്കളയിൽ നിന്നും നയത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദിക്കുകയാണ്, മോൾ എന്തിനാ ഈ ഇടയ്ക്ക് അനാഥാലയത്തിന്റെ കാര്യം പറയുന്നേ? ഇന്നലെയും ഇതുപോലെ തന്നെ ഏതാണ്ട് പറഞ്ഞു. നമ്മൾ അനാഥാലയത്തിലാണ് ജീവിച്ചത് എന്നൊക്കെ എന്തിനാ മറ്റുള്ളവരെ കേൾക്കെ പറയുന്നേ? നമുക്കല്ലേ അതിന്റെ മോശം. ഈ അനാഥാലയത്തിന്റെ കാര്യമൊക്കെ മോൾ മറന്നു കളയണ്ടയോ? അത് കേട്ടുകൊണ്ട് അലീന ഒന്ന് നിന്നു. മുഖമൽപ്പം ചേരിച്ച് ഔതക്കുട്ടിച്ചായനെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, അനാഥാലയങ്ങളുടെ നിങ്ങളുടെ കാര്യം മറന്നാൽ പിന്നെ ഞാനില്ല വല്യപ്പച്ച. കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ 23 വർഷം ഞാൻ ജീവിച്ച വീടാ അത്. എൻ്റെ സ്വന്തം തറവാട്. അതിൻ്റെ മുറ്റത്താ ഞാൻ പിച്ച വെച്ചത്. അപ്പനെയും അമ്മനെയും കൂടപ്പിറപ്പുകളെയും വലിയപ്പച്ചന്മാരെയും വലിയമ്മച്ചിമാരെയും എല്ലാവരെയും എനിക്ക് ആദ്യം തന്ന ആ അനാഥാലയമാണ്. അതും മറന്നിട്ട് ഒരു ജീവിതം എനിക്ക് വേണ്ട. അഗതി മന്ദിരത്തിൽ ജീവിച്ചവളാണെന്ന് ഞാൻ എവിടെയും പറയും. അതിൽ എനിക്കൊരു കുറച്ചിലുമില്ല. ഔതക്കുട്ടിച്ചായന് അത് കേട്ടപ്പോൾ അല്പം ക്ഷീണ തോന്നിയെങ്കിലും അതിനൊപ്പം തന്നെ അഭിമാനം അങ്കുരിച്ച് ചഞ്ചല ചിത്തയല്ല തൻ്റെ കൊച്ചുമകൾ. അവൾ കുറച്ച് നിലപാടുകളൊക്കെ ഉണ്ട്, സ്വന്തമായ കാഴ്ചപ്പാടുകളും ഉണ്ട്. വീണ്ടും അയാൾ പറയുക, മോളെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ ഒക്കെ മുൻപിൽ വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ വില കുറച്ചേ കാണൂ. നമ്മളെ താഴ്ത്തി കെട്ടാൻ നമ്മൾ തന്നെ ഒരു അവസരം കൊടുക്കണോ? അലീന പിന്നീട് തർക്കിക്കാൻ ഒരുമ്പിട്ടില്ല. വെറുതെ മൗനമായി നിന്നു. അടുക്കളയിൽ ഈ സമയത്ത് മറ്റൊരു സംഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. പൗലോസും പട്ടികളെ പരിപാലിക്കുന്ന രാജപ്പനും ബൈജുവും അടുക്കളയിൽ ഒത്തുകൂടി. ഞാനുണ്ടല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട് കൊല്ലം 28ആയി. എന്നെയാ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഞാഞ്ഞൂല് പോലത്തെ ഒരു പെണ്ണ്. പൗലോസിന് അമർഷം തീരുന്നില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ കയറി ബൈജു പറയുകയാണ്, നല്ല രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ പൗലോസ് ചേട്ടാ? ഞാൻ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെങ്കിലേ മുതലാളിയോട് ചെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. എന്നെ ഭരിക്കാൻ വരണ്ട എന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ രാജപ്പൻ ചോദിക്കുകയാണ്, അവസാനം അവൾ നമുക്ക് തന്നെ പാരയാകുമോ? പൗലോസ് കേട്ടു. അതിനുള്ള മറുപടി ബൈജു തന്നെയാണ് പറഞ്ഞത്. മിക്കവാറും നമ്മൾ അങ്ങോട്ട് തിരിച്ചൊരു പാരയങ്ങ് വെച്ച് കൊടുത്താലോ? അപ്പോൾ രാജപ്പൻ വീണ്ടും ചോദിക്കുകയാണ്, മുതലാളിയുടെ ആരാണെന്ന് അറിയാതെ എങ്ങനെയാ പാര ബൂമറാങ് പോലെ നമ്മുടെ നേർക്ക് തന്നെ തിരിച്ചു വന്നാലോ? അതിന് ബൈജു, ഞാൻ ആദ്യം വിചാരിച്ചത് മുതലാളി നേരെ പോക്കിന് വേണ്ടി എങ്ങാണ്ടെന്ന് ഒരു ചെറിയ പീസിനെ ഒപ്പിച്ചെടുത്തിരിക്കുകയാണെന്നാണ്. അപ്പോൾ വീണ്ടും രാജപ്പൻ, അങ്ങനെയുള്ള കേസൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കി. അവൾ ഒറ്റയ്ക്ക് ഉറക്കം. മുതലാളിയുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. പോക്ക് കേസായിരുന്നെങ്കിൽ മുതലാളിയുടെ അപ്പച്ചൻ വന്നപ്പോൾ ഇവിടുന്ന് ഓടിക്കുമായിരുന്നില്ലേ? ഇത് കേസ് വേറെയാ. മുതലാളിയുടെ അപ്പച്ചനാണെങ്കിൽ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുകയും. അപ്പോൾ ബൈജു പൗലോസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, പൗലോസ് ചേട്ടൻ എന്തായാലും ഈ കേസ് വെറുതെ വിടരുത്. നമ്മൾ ആദ്യം തന്നെ ഒരു പരാതി അങ്ങ് കൊടുത്തതാണ്. അതിൻ്റെ നല്ലത്. അത് ശരിയാണ് എന്ന് രാജപ്പനും പിന്താങ്ങി. സ്റ്റാൻലി മോർണിംഗ് വാക്കിന് പോയി തിരിച്ചെത്തിയപ്പോൾ പൗലോസ് ചേട്ടൻ തല ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. മുൻപിലേക്ക് ലക്ഷണം കണ്ടപ്പോഴേ സ്റ്റാൻലി പരാതി മണത്തു. എന്താ പൗലോസേ? അല്ല, എന്തിനാ? ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു. പറഞ്ഞോ. ഞാൻ എത്ര വർഷമായിട്ട് ഇവിടുത്തെ കുക്കാണ്. ആരും ഇന്ന വരെ എൻ്റെ മുഖത്ത് നോക്കി മോശമായിട്ടൊന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. മുതലാളി പോലും ഒരു കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇയാൾ കാര്യം പറയടോ. ആ പെൺകൊച്ച് ഇന്നലെ എന്നെ ഭരിക്കാൻ വന്നു. മുതലാളി, ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മുതലാളി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് പോയിക്കോളാം. അലീനയുടെ കാര്യമാണോ നീ പറയുന്നത്? അതെ, അത് തന്നെ. കേൾക്കട്ടെ, അവൾ എങ്ങനെയാ നിന്നെ ഭരിക്കാൻ വന്നതിൽ? മുതലാളിക്ക് അറിയാലോ, കേടായ പച്ചക്കറിയൊക്കെ നമ്മൾ എടുത്ത് കളയും. പുഴുവരിച്ചതൊക്കെ എന്തിനു കൊള്ളാം? 2-3 ചീഞ്ഞ സവോളയും മുളച്ച 4-5 ചുവന്നുള്ളിയും പുഴു കുത്തിയ 1-2 തക്കാളിയും മാറ്റിയിട്ടിരിക്കുന്നതാ. അത് കളയാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കൊച്ചെൻ്റെ നേർക്കൊരു ചാട്ടം. മീനിൻ്റെ തല കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, മുള്ളു കളയാൻ പാടില്ല, കോഴിയുടെ കാല് കളയാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാ! ആ കൊച്ച് അനാഥശാലയിലോ മറ്റോ ജീവിച്ച കാലത്ത് അവിടെ ഇതൊന്നും കളയാറില്ലായിരുന്നു അത്രേ. അവിടെ അങ്ങനെയൊക്കെ പറ്റും. അതുപോലെ ഇവിടെ നടക്കുമോ? സ്റ്റാൻലിക്ക് അത് കേട്ടപ്പോൾ ഒരല്പം നാണക്കേട് തോന്നി. അതുപോലെ തന്നെ ആഹാരം വല്ലതും മിച്ചം വന്നാൽ ഇവിടുത്തെ ജോലിക്കാർ തിന്ന് തീർക്കണമെന്ന് ഞാൻ ആദ്യം കേൾക്കുക ഇങ്ങനെയൊക്കെ. അതുമാത്രമല്ല, പിടിച്ചു ചെലവാക്കിക്കൊള്ളാൻ ഒരു മുന്നറിയിപ്പും. അതായത് കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ കുറേശ്ശെ വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുക്കിൻ്റെയും വീട്ടിൽ പോയി നിന്നാൽ പോരെ? മുതലാളിയുടെ കുക്കായിട്ട് നിൽക്കണോ? അതുകൊണ്ട് മുതലാളി ഒന്നുകിൽ എന്നെ പിരിച്ചു വിട്ടേക്കണം, അല്ലെങ്കിൽ ആ കൊച്ചിനോട് എൻ്റെ കയ്യിൽ കയറി പിടിക്കരുതെന്ന് പറയണം. നീ പൊയ്ക്കോ പൗലോസേ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഇത് പറഞ്ഞ് പൗലോസിനെ സ്റ്റാൻലി പറഞ്ഞയച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ ഇരുന്നപ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്,
അലീന ഇന്ന് അടുക്കള കയറി പൗലോസിനോട് വഴക്കുണ്ടാക്കിയോ? വഴക്കൊന്നും ഉണ്ടാക്കിയില്ല പപ്പ. ആഹാര സാധനങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരും അറിയി തർക്കിക്കാനും കുസ്തിക്കുമൊക്കെ പോകുന്നത്? നാണക്കേടല്ലേ? നമുക്കൊരു അന്തസ്സില്ലേ മോളെ? അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ട. വെറുതെ ഭക്ഷണം പാഴാക്കി കളയുന്നത് കണ്ടിട്ടാ പപ്പ ഞാൻ അതെല്ലാം പറഞ്ഞത്. ഞാൻ നോക്കിക്കോളാം, നീ അതിനകത്തൊന്നും തലയിടാൻ പോകണ്ട. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, ഞാനും ഇവളോട് പറഞ്ഞതാ ലാലിച്ച, തരപ്പണിക്കാരോടാണെങ്കിൽ ഒന്നും രണ്ടും പറയാൻ ഒരു രസമുണ്ട്. ഇത് ചുമ്മാ അടുക്കളക്കാരനോട് അലീന ഒന്നും മിണ്ടാതിരുന്നത് ഭക്ഷണം കഴിക്കുകയാണ്. സ്റ്റാൻലി കൂടുതൽ ഒന്നും പറഞ്ഞതുമില്ല. പൗലോസ് ആണെങ്കിൽ ഊണുമുറിയുടെ വാതിലിനപ്പുറം നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് തൃപ്തിയായി. അലീന അന്നേ ദിവസം അടുക്കള ഭാഗത്തേക്ക് പോയതേയില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അലീന വീണ്ടും അടുക്കളയിലെത്തി. മാർക്കറ്റിൽ പോയിരുന്ന ആൻ്റപ്പനും ബൈജുവും കൂടി അതിനകം തിരിച്ചെത്തിക്കഴിഞ്ഞു. ചിക്കനും മീനും മറ്റ് സാധനങ്ങളെല്ലാം അവർ സ്ലാബിൽ എടുത്തു വെച്ചു. പൗലോസ് ചേട്ടാ, മീൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണേ, ബൈജു അലീനയുടെ നേർക്കൊന്ന് കണ്ണെറിഞ്ഞിട്ട് പറയുകയാണ്. അത്രയേ ഉള്ളൂ ബൈജു, ഞാനൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അളന്ന് വെട്ടാൻ. തലയും വാലും ഒക്കെ പോകരുതല്ലോ. സൂപ്പ് വെച്ച് കുറെ അനാഥ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഈ സമയത്ത് അലീന വെറുതെ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് സ്ലാബിൻ്റെ അരികിൽ കൂടി നടക്കുകയാണ്. നെയ്മീനാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. 3-3.5 കിലോ വരുന്ന ഒരെണ്ണം. പൗലോസിന് അപ്പോൾ തന്നെ മീൻ വെട്ടണമെന്നൊരു പൂതി. അതും അലീനയുടെ മുൻപിൽ വെച്ച് തന്നെ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് മീനിൽ കൈവയ്ക്കുക. ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ഇട്ടിട്ട് പൗലോസ് വന്ന് മീനിന്റെ വാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി തടിമുട്ടിയിൽ വെച്ചു. അലീനയ്ക്ക് കാണാൻ പാകത്തിൽ ഒതുങ്ങി നിന്നിട്ട് മീനിന്റെ വാൽ ഭാഗത്ത് ഒരൊറ്റ വെട്ട്. വാലിനൊപ്പം 1/2 കിലോയോളം മാംസം കൂടി മുറിഞ്ഞ് തറയിൽ വീണു. തുടർന്ന് തലഭാഗത്തും ഒറ്റ വെട്ട്. അവിടെ നിന്നും ഏകദേശം 3/4 കിലോയോളം മാംസം തലയോടൊപ്പം അറ്റ് താഴെ വീണു. അലീന കാണാൻ പൗലോസ് വാലും തലയും എടുത്തു കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൽ തള്ളി അടപ്പിട്ട് മൂടി. ബൈജുവും രാജപ്പനും ആ പരിപാടി നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബൈജു ചോദിക്കുകയാണ്, തലയും വാലയും അത്രയും വെച്ച് കളയണമായിരുന്നോ പൗലോസേട്ടാ? അതും സെന്റിമീറ്റർ വെച്ച് അളന്ന് നോക്കുന്നവർ നോക്കി നിൽക്കുമ്പോൾ. അപ്പോഴേക്കും ഒരു കൃത്രിമ ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് പൗലോസേട്ടൻ, ഓ ഇതുകൊണ്ട് എൻ്റെ പണി അങ്ങ് പോകുന്നെങ്കിൽ പോട്ടടാ. ബൈജു തുടർന്ന് ആ മീൻ അവിടെ തന്നെ ഇട്ടിട്ട് അയാൾ ആദ്യം ചെയ്ത ജോലിയിലേക്ക് മടങ്ങി. അലീന തൻ്റെ 2 കൈകളും മാറിൽ പിണച്ചു കെട്ടി. അത് എന്തിൻ്റെ അടയാളമാണെന്ന് അറിയാവുന്നത് 2 പേർക്ക് മാത്രമായിരുന്നു. അതിൽ ഒരാൾ മരിച്ചുപോയി, ബ്രിജിത്ത മമ്മി. രണ്ടാമത്തെയാൾ രേവതിക്കുട്ടിയാണ്. അലീന ശാന്തസ്വരത്തിൽ വിളിച്ചു, പൗലോസേട്ടാ. പൗലോസ് പാതി തല തിരിച്ചു നോക്കിയിട്ട് ആ വിളി അവഗണിച്ചു കളഞ്ഞു. പൗലോസേട്ടാ, ഞാൻ പൗലോസെന്നെ തന്നെയാണ് വിളിച്ചത്. അലീനയുടെ സ്വരത്തിൽ അല്പം ഗൗരവം കലർന്നു. പൗലോസ് അവളുടെ നേർക്ക് തിരിഞ്ഞു. വെല്ലുവിളിക്കും പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളഞ്ഞ മീൻ എടുത്തുകൊണ്ട് വന്ന് സ്ലാബിലോട്ട് വെക്ക്. അയ്യോ, എനിക്കതിനിപ്പോൾ നേരമില്ല കുഞ്ഞെ, വേറെ പണി ഇവിടെയുണ്ട്. പൗലോസിൻ്റെ ആ ശബ്ദത്തിൽ പരിഹാസം കലർന്നിരുന്നു. ഓ അത് ശരി, അങ്ങനെയാണെങ്കിലേ എന്ത് പണിയാണെങ്കിലും ഇത് ചെയ്ത് തീർത്തതിന് ശേഷം ചെയ്താൽ മതി. അത്രയും കേട്ടപ്പോൾ പൗലോസ് ഉടൻ തന്നെ വെട്ടിത്തിരിഞ്ഞ് ഒരു വാതിൽ കടന്ന് അപ്രത്യക്ഷനായി. അലീന അച്ചഞ്ചലിയായി അവിടെ തന്നെ നിൽക്കുകയാണ്. കളി മുറുകുന്നു എന്ന് കണ്ടപ്പോൾ ബൈജുവിനും രാജപ്പനും ആൻ്റപ്പനും രസം പിടിച്ചു. ആദ്യം ഔതക്കുട്ടിച്ചായനാണ് അവിടേക്ക് വന്നത്. അയാൾ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്ത് പറ്റി? എന്താ പ്രശ്നം? ഏയ് ഒരു ചെറിയ കാര്യമേ ഉള്ളൂ വല്യപ്പച്ച. പക്ഷെ കൊടുങ്കാറ്റിനെ അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവളുടെ മുഖഭാവം കണ്ടപ്പോൾ കാര്യം ചെറുതല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അടുത്ത നിമിഷം സ്റ്റാൻലി അടുക്കള വാതിലിൽ കടന്നു വന്നു, പിറകെ പൗലോസും. എന്നിട്ട് സ്റ്റാൻലി വലിയ ഗൗരവത്തിൽ ചോദിക്കുകയാണ്, എന്താ അലീന ഇവിടെ വഴക്ക്? അതിന് മറുപടി പറയാതെ പൗലോസിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അലീന ചുട്ടുപഴുത്ത വാക്കുകൾ പോലെ പറയുകയാണ്, ഞാൻ പൗലോസേട്ടനോട് എന്താ പറഞ്ഞത്? ആ ബാസ്ക്കറ്റിലിട്ട സാധനം പെറുക്കി സ്ലാബിൽ വെക്കാനല്ലേ? അതനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ ഒരു ജോലിയും പൗലോസേട്ടൻ ചെയ്യണ്ട. അത് കേട്ടുകൊണ്ട് പൗലോസ് ഒരാശ്രയത്തിന് വേണ്ടി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. സ്റ്റാൻലി അന്താളിച്ച് നിൽക്കുകയാണ്. അലീനയുടെ മറ്റൊരു ഭാവം അയാൾ കാണുകയാണ്. അവളുടെ മുഖത്ത് ഒരു ജ്വാല ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. ഉടനെ പൗലോസ് വീണ്ടും പറയുകയാണ്, മുതലാളി പറയട്ടെ, ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന്. പൗലോസ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ഒരു ചൂട് കൂടി നീങ്ങി നിന്നു. അപ്പോൾ അലീന, മുതലാളിയുടെ മകളാണ് പറയുന്നത്. എൻ്റെ പപ്പയുടെ പൈസ ദൂർത്തടിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ കാൽവിരൽ മുതൽ നെറുകെ വരെ ഒരു കോലിത്തെരുപ്പ് പാഞ്ഞു കയറി. സ്റ്റാൻലി ആട്ടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. തന്നെ പപ്പ എന്ന് വിളിക്കുവാൻ താൻ അവൾക്ക് സമ്മതം നൽകിയിരുന്നതാണ്. എങ്കിലും 2-3 തവണ മാത്രമേ അവൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതൊന്നും പരസ്യമായിട്ടായിരുന്നില്ല. ഇവിടെ അവൾ തൻ്റെ മകളാണെന്ന് പരസ്യപ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പൗലോസും ആൻ്റപ്പനും ബൈജുവും രാജപ്പനും എല്ലാം അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അർത്ഥശക്തികൾക്കിടയില്ലാത്ത വണ്ണം അലീന പറയുകയാണ്, പൗലോസേട്ടൻ, ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി ഇതോടെ മതിയാക്കിയേക്കുക. എൻ്റെ പപ്പയ്ക്ക് ചോറും കറിയും വെച്ച് കൊടുക്കുവാൻ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല, അതുപോലെ 25 പേർക്ക് കൂടി വെച്ച് വിളമ്പുവാൻ എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടേ പൗലോസേട്ടൻ ഒരു തീരുമാനം എടുക്കാവുള്ളൂ.
പിരിഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് ഓർത്തോണം. അലീന മാറിൽ പിണച്ച് കെട്ടിയ കൈകൾ അഴിച്ചു. പതിയെ പിന്തിരിഞ്ഞ് വാതിൽ കടന്നുപോയി. സ്റ്റാൻലിയും പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പൗലോസിനോട് ആജ്ഞാപിക്കുകയാണ്, അവൾ പറഞ്ഞതുപോലെ ചെയ്യടാ, ചുമ്മാ വായും പൊളച്ച് നോക്കി നിൽക്കാതെ. പൗലോസ് തലയും കുനിച്ച് നടന്നു ചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്ന് അതിനിട്ടിരുന്ന മത്സ്യഭാഗങ്ങളെടുത്ത് അത് സ്ലാബിന് മേൽ കൊണ്ടുവന്ന് വെച്ചു. ഔദക്കുട്ടിച്ചായൻ അത് നോക്കിയിട്ട് പൗലോസിന്റെ നേർക്ക് തട്ടിക്കയറുകയാണ്. തന്തയ്ക്ക് പിറന്നവൻ കാണിക്കുന്ന പണിയോടോടാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഉണ്ണുന്ന ചോറിന് നന്ദിയുണ്ടോടാ നിനക്ക്? വെറുതെയാണോടാ ആ പെണ്ണ്? പൗലോസിന് മറുപടി അതിന് ഇല്ല. ഔദക്കുട്ടിച്ചായൻ മറ്റുള്ളവരെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുക, ഇപ്പോൾ മനസ്സിലായോടാ അവൾ ആരാണെന്ന്? അവളുടെ സ്വന്തം അപ്പനാ ലാലിച്ചൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എൻ്റെ മൂത്ത മകൻ ലാലിച്ചൻ്റെ മൂത്ത മകളാണവൾ, അലീന. ഓർമ്മയിൽ വെച്ചോ. ഇത് പറയുമ്പോൾ ഔദക്കുട്ടിച്ചായൻ ഒന്നുകൂടി ഞെളിഞ്ഞു നിന്ന് തുടർന്ന് കാണുന്നത് അലീനയുടെ മുറിയുടെ അകത്തേക്ക് കയറാതെ വാതിൽക്ക് തന്നെ നിൽക്കുകയാണ് സ്റ്റാൻലി. അവിടെ നിന്നുകൊണ്ട് അയാൾ അലീനയെ വിളിച്ചു. അവൾ മെല്ലെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. സ്റ്റാൻലിയുടെ മുഖത്ത് അല്പം ക്രോധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സ്റ്റാൻലി ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവരോട് വഴക്കിന് പോകരുതെന്ന്? അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നീ എന്താ മനസ്സിലാകാതെ ഇരുന്നത്? അത് ശരിയാ പപ്പ, പക്ഷേ പപ്പ അത് വേണ്ടതുപോലെ നോക്കിയില്ലല്ലോ. ഞാനത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് നീ അതിൽ ഇടപെടണം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ആരും എന്നെ ധിക്കരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അപ്പനായാൽ പോലും ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തപ്പോൾ പപ്പ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നീ അനുസരണക്കേട് കാണിച്ചു. അനാവശ്യ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇടപെടുന്നത് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല. അത് അനാവശ്യമായിരുന്നോ? അവിടെ ജോലിക്കാർ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് പപ്പയുടെ പൈസ വെറുതെ അവരെല്ലാം വർഷങ്ങളായി എൻ്റെ കൂടെ നിൽക്കുന്നവരാ. അവരുടെ ജോലി കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന. ഇല്ല പാപ്പ, കൃത്യമായിട്ടല്ല ചെയ്യുന്നത്. അലീന കേടായ പച്ചക്കറി എടുത്ത് കളയുന്നത് കൊണ്ടോ മീനിൻ്റെ തല അല്പം കൂടുതൽ മുറിച്ചത് കൊണ്ടോ സ്റ്റാൻലിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. ഇതിനേക്കാളൊക്കെ വലിയതായിട്ട് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലും എനിക്ക് പ്രശ്നമല്ല. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു റൊട്ടീനുണ്ട്. ചിലപ്പോൾ ഇത്തിരി നഷ്ടം സംഭവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. അതിലൊക്കെ ഇടപെട്ട നീ എനിക്ക് അല്പം ലാഭം ഉണ്ടാക്കി തന്നിട്ട് ഒന്നും നേടാനില്ല. എനിക്കൊരു കുളത്തിലോട്ട് ഒരു കപ്പ് വെള്ളം എടുത്തത് ഒഴിച്ചാൽ എന്താകാനാണ്? അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സ്റ്റാൻലി തൻ്റെ സ്വരം ഒന്ന് മയപ്പെടുത്തി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവരെ എന്തെങ്കിലും ചെയ്തോട്ടെ. അവർ സന്തോഷത്തോടെ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി പോകും. ഒരു നുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ എരിവും പുളിയും മധുരവും ഒക്കെ പാകത്തിന് ചേർക്കാതിരുന്നാൽ മതി. പപ്പ, അത് കൃത്യമായിട്ട് ചേർക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അവർക്ക് കൃത്യസമയത്ത് തന്നെ ശമ്പളം കൊടുക്കുന്നത്? അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അലീന, നീ അതിലൊന്നും ഇടപെടരുത്. എനിക്കിഷ്ടമല്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കള കാര്യം നോക്കാനല്ല. നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മുറി ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. നിനക്കിനി എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ വാങ്ങിത്തരാം. നിനക്കിനി ഇവിടെയൊക്കെ പോകണം, ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഉടൻ തന്നെ പാസ്പോർട്ട് എടുപ്പിക്കണം. ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്തോളാം. നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കാം. എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണമെങ്കിലും ഞാൻ നിനക്ക് ഏർപ്പാടാക്കി തരാം. എനിക്ക് എങ്ങോട്ടും പോകണ്ട പപ്പ. ഇവിടെ അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം മാത്രം എനിക്ക് തന്നാൽ മതി. അതില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും പപ്പ എനിക്ക് തരേണ്ട. അലീന തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് കണ്ടിട്ട് കുറെ കൂടി ശബ്ദം താഴ്ത്തി സ്റ്റാൻലി പറയുകയാണ്, അലീന, നീ ഇത്ര സില്ലി ആകരുത്. നിനക്കൊരു രാജകുമാരിയുടെ സൗകര്യങ്ങൾ ഒക്കെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. രാജാവിൻ്റെ മകളെ പോലെയാണ് നീ ഇനി ഇവിടെ ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് നീ ഈ കിച്ചണിൽ കയറി അടുക്കളക്കാരോടും പിച്ചക്കണക്കും പറഞ്ഞ് അവരോട് തർക്കിച്ചും വഴക്കുണ്ടാക്കിയും നീ നിന്റെ വില കളഞ്ഞു കുളിക്കല്ലേ മോളെ? അതിന് അലീനയുടെ മറുപടി, ഇവിടെ എൻ്റെ വില എന്താണെന്ന് പപ്പ ഇതുവരെ ആരോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ ആരാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ തന്നെ പറയേണ്ടി വന്നില്ലേ? അതുപോലും പറയരുതായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ജോലിക്കാരോട് വിളിച്ചു പറയുന്നത്? അപ്പോൾ ഞാൻ പപ്പായയുടെ മോളാണെന്ന് പറഞ്ഞതും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അതല്ലായിരുന്നു ഇതിനുള്ള സന്ദർഭം. നീ എൻ്റെ മകളാണെന്നുള്ള സംഗതി ക്ലബിലോ മറ്റോ ഒരു ഫംഗ്ഷൻ നടത്തി അവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്കാണ് നീ ഇവിടുത്തെ ജോലിക്കാരോട്. അലീന നിസ്സഹായതയോടെ തല താഴ്ത്തി നിന്നു. അത് കണ്ടുകൊണ്ട് സ്റ്റാൻലി തൻ്റെ സ്വരത്തിൽ അല്പം കൂടി സൗമ്യത കലർത്തി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മോൾ അതനുസരിക്കണം. അനുസരണയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നവരല്ല. നിന്നോട് ഞാൻ പറഞ്ഞതാണ് കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കരുതെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. കിച്ചണിൽ ഉള്ളവർ എന്ത് വിചാരിക്കും മോളെ? ഈ സ്റ്റാൻലി പറഞ്ഞാൽ കേൾക്കാത്തവരും ഇവിടെ ഉണ്ടെന്നല്ലേ അവർക്ക് തോന്നുക. പൗലോസ് പരാതിയുമായിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാ ഇനി അലീന ഇതിനകത്ത് ഇടപെടത്തില്ലെന്ന്. നീ എന്തിനാ ധിക്കരിച്ചപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ ചെറുതായി പോയില്ലേ മോളെ? സോറി പപ്പ, സോറി. സാരമില്ല, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. എന്നിട്ടും അലീന വിടാനുള്ള ഭാവമില്ല. പക്ഷെ പപ്പ ചെയ്യുന്നത് വലിയ തെറ്റാണ് കേട്ടോ. എന്ത് തെറ്റ്? ഇങ്ങനെ പപ്പയുടെ സ്വത്ത് നശിപ്പിക്കുന്നവരെ അനുവദിക്കുന്നത്, അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാത്തത്. അതൊക്കെ തെറ്റ് തന്നെയാണ് മോളെ. അങ്ങനെയൊക്കെ നോക്കി പിശുക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോൾ ഞാൻ ഇത് കൊണ്ടുപോകുന്നുണ്ടോ?
എല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണ്ടേ പപ്പ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മളെല്ലാം വെച്ചൊഴിഞ്ഞു പോകണം. ഒന്നും നമ്മുടേതല്ല. പക്ഷെ ചുമ്മാ വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാ ഇതൊക്കെ. അത് നമ്മൾ നശിപ്പിക്കാതെ, ദൂർത്തടിക്കാതെ, ചോർത്തിക്കളയാതെ നല്ലതുപോലെ സൂക്ഷിക്കണം. എനിക്ക് ശേഷം എന്തുമായിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നത് അത് ഭയങ്കര തെറ്റാണ്. ഇതൊക്കെ അടുത്തയാൾക്ക് കൈമാറുമ്പോൾ നല്ലൊരു മാതൃകയും കൂടി കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നാലേ അവരും സൂക്ഷിക്കൂ. സ്റ്റാൻലി വല്ലാതെ അസ്വസ്ഥനാകുവാൻ തുടങ്ങി. അയാൾ വീണ്ടും ശബ്ദമുയർത്തി പറയുകയാണ്, നീ ഈ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ എന്തോ മഹാപാപം ചെയ്തെന്ന്. സമ്പത്ത് നശിപ്പിക്കുന്നത് മഹാപാപം തന്നെയാണ് പപ്പ. അങ്ങനെ ചെയ്യാൻ പപ്പയ്ക്ക് അവകാശമില്ല. പപ്പയ്ക്കെന്നല്ല ആർക്കും അവകാശമില്ല. പപ്പ പറഞ്ഞത് ഇതൊന്നും കൊണ്ട് പോകുന്നില്ല, ഇട്ടിട്ട് പോകും എന്നാണ്. അതായത് ഉപേക്ഷിച്ച് പോകണമെന്ന്. പക്ഷേ ശരിക്കും നമ്മൾ ഉപേക്ഷിച്ച് പോവുകയല്ലല്ലോ, അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ. അവരും നല്ലതുപോലെ സൂക്ഷിക്കണ്ടേ. എന്നാലല്ലേ അതിന് അടുത്ത തലമുറയ്ക്ക് കേടുപാട് ഇത് കിട്ടുകയുള്ളൂ. ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് 25-30 ലക്ഷം വർഷങ്ങളായെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനിയും അതുപോലെ എന്തുമാത്രം ലക്ഷം വർഷങ്ങൾ മനുഷ്യർ ഇവിടെ ജീവിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും തോന്നിയതുപോലെ ദൂർത്തടിക്കുകയും നശിപ്പിക്കുകയും ചെയ്താൽ ഇനി വരുവാനുള്ളവർക്ക് നല്ല വെള്ളം കിട്ടാതെ, നല്ല വായു കിട്ടാതെ, നല്ല ഭക്ഷണം കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ലേ പപ്പ? അങ്ങനെ ചിന്തിച്ചാൽ ഒരു ഇല വെറുതെ നുള്ളിക്കളയുവാൻ നമുക്ക് തോന്നുമോ? ഒരു അരിമണി അത് വെറുതെ കളയുവാൻ നമുക്ക് തോന്നുമോ? കൊള്ളാം മോളെ, ലോകം എങ്ങനെയെങ്കിലുമൊക്കെ മുൻപോട്ട് പോയിക്കോളും. നീ അതൊന്നും ഓർത്ത് കൂടുതൽ അങ്ങ് തല പോയിക്കേണ്ട കേട്ടല്ലോ. സ്റ്റാൻലിയുടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ അലീന വീണ്ടും പറയുകയാണ്, ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ടാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ പപ്പ? ഇവിടെ ഒരു ശരികേടുമില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പ ഒരു കാര്യം ചെയ്യാമോ? കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എന്നെ ഏൽപ്പിച്ചതാ. ഞാനിവിടെ അടുക്കിപ്പെറുക്കാം. പപ്പയുടെ ഒരു കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ ഞാൻ ഈ വീട് നടത്തിപ്പോയ പോലെയുള്ള ചിലവും പപ്പയുടെ ജോലിക്കാർ ഈ വീട് നടത്തിയപ്പോഴുള്ള ചിലവും കൂടി തട്ടി കഴിക്കണം. പഴയതിൽ നിന്നും എത്ര കുറച്ച് പൈസയാണോ ഞാൻ ചിലവാക്കിയത് അത്രയും തുക എനിക്ക് തിരികെ തരികയും വേണം. അങ്ങനെ മുൻപോട്ട് പോയാൽ എനിക്കും കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുമല്ലോ. അതൊരു കേട്ടിട്ട് സ്റ്റാൻലി ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, മോളെ നിനക്ക് എത്ര രൂപ വേണം? എന്നോട് പറ. 1 ലക്ഷം, 2 ലക്ഷം, അതോ 5 ലക്ഷം വേണോ? നീ എത്ര ചോദിച്ചാലും ഞാൻ തരും. എനിക്ക് പപ്പയുടെ ഒരു പൈസ പോലും വെറുതെ വേണ്ട. അപ്പോൾ വീണ്ടും സ്റ്റാൻലി, അലീന, എന്നോട് ആരെങ്കിലും തർക്കിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നതും എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പെൺകുട്ടികൾ അനുസരണയാണ് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണം. അലീനയും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ല. അവൾ പറയുകയാണ്, എങ്കിൽ പിന്നെ എന്നെയും ഒരു പട്ടി കൂട്ടി കിടത്തിയാൽ മതി. അവിടെയാവുമ്പോൾ ഞാൻ പുറത്തിറങ്ങില്ലല്ലോ. സ്റ്റാൻഡിലേക്ക് നന്നായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. അയാൾ ആരോടും ഇതുവരെയും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. വീണ്ടും ശബ്ദമുയർത്തി അയാൾ ചോദിക്കുകയാണ്, ഇവിടെ ഇപ്പോൾ എന്താ കുഴപ്പം? നീ അത് പറ. കുഴപ്പമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ അടുക്കളയിലെ തോന്നിവാസങ്ങളൊക്കെ. ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് അവിടെ നടക്കുന്നത്. വീട്ടിലെ കിച്ചണിൽ ഇത്രയും ആണെങ്കിൽ തോട്ടത്തിൽ എത്രയായിരിക്കും? പക്ഷേ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നേ. കുറച്ചൊക്കെ നമ്മൾ അവരെ വിശ്വസിക്കണം. എങ്കിലേ അവർ നന്നായിട്ട് ജോലി ചെയ്യൂ. പപ്പ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ. പപ്പ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, അവർ കറിയിൽ ഉപ്പ കുറച്ചാൽ, കാപ്പിയിൽ മധുരം കൂട്ടിയാൽ, എരിവും പുളിയും വേണ്ടത്ര ചേർത്തില്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകുമല്ലോ എന്ന്. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ കറിയിൽ ഉടനെ ഉപ്പ് കുറയ്ക്കുന്ന ജോലിക്കാർ ആത്മാർത്ഥതയുള്ളവനാണോ? നമ്മൾ വഴക്ക് പറഞ്ഞാൽ പകരം വീട്ടാൻ വേണ്ടി നമുക്ക് തരുന്ന ചായയിൽ തുപ്പും. നാളെ ജോലിക്ക് വയ്ക്കാൻ കൊള്ളാമോ? പപ്പ, അലീന നോക്ക്. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശീലമാണ് ഇവിടെയുള്ളവരുടേത്. ഞാനും പിശുക്കി ജീവിച്ചിട്ടൊന്നുമില്ല. ധാരാളം വിഭവങ്ങളുള്ള ഊണുമേശയിൽ ഇരുന്നേ ഞാനും ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കുന്നുണ്ടെന്ന്, എത്ര ഭാഗം വേസ്റ്റായി പോകുന്നുണ്ടെന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ അലീന, പപ്പ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. പപ്പ ഇവിടെ ഇങ്ങനെ വില കൂടിയ ഊണുമേശയിൽ വില പിടിച്ച ഭക്ഷണം എച്ചിലാക്കി കളയുമ്പോൾ അതിലൊരു തരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ ഒരു പെൺകുട്ടി വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ മകൾ. കഴിഞ്ഞ 23 വർഷക്കാലം. ഇപ്പോഴുമുണ്ട് ഏതൊക്കെയോ പപ്പമാരുടെ മക്കൾ. അവിടെ അത്രയും കേട്ടപ്പോഴേക്കും തലക്കടി കിട്ടിയതുപോലെ തരിച്ചു നിന്നുപോയി സ്റ്റാൻലി ജോസഫ്. നിമിഷങ്ങളോളം തലക്കടി കിട്ടിയതുപോലെ തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. മഴതോരു മുമ്പയുടെ വിശേഷങ്ങൾ, ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്